നമസ്കാരം. ദുരിതവും ദുഃഖവുമൊക്കെ ഒഴിഞ്ഞ് നാളെ മുതൽ ഒരു നല്ല കാലം പിറക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഇവരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ്. ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ ഒഴിയാൻ പോവുകയാണ്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടക്കാൻ പോവുകയാണ്. ഭദ്രകാളി പ്രീതി വരുത്തി മുന്നോട്ട് പോകണം ഈ നക്ഷത്രജാതകർ. ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം. ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക. സകല ദുഃഖവും ദുരിതവും ഒഴിയും. ഇതൊരു പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത്. എന്നാൽ വലിയൊരു മാറ്റം, വലിയൊരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരാൻ പോവുകയാണ്. വരുന്ന 3 ദിവസത്തിനകം ഒരു നല്ല കാര്യം ജീവിതത്തിൽ സംഭവിക്കും. എല്ലാ രീതിയിലും വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. കഴിയുമെങ്കിൽ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശാർക്കര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കൊല്ലങ്കോട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇവിടെ ഒന്നും ദർശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകണം ഈ പറയാൻ പോകുന്ന നക്ഷത്രജാതകർ. നിങ്ങളുടെ ദുഃഖവും ദുരിതവും സങ്കടങ്ങളുമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. വലിയ ദുഃഖമായിരുന്നു, വലിയ ദുരിതമായിരുന്നു. ഇവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ സാധിക്കും. ജീവിതത്തിൽ ഇനി ഒന്നും നടക്കില്ല, തന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് കരുതിയിരുന്ന ഈ നക്ഷത്രജാതകർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ദുരിതങ്ങളൊക്കെ അവസാനിക്കും, സങ്കടങ്ങളൊക്കെ അവസാനിച്ചു കിട്ടും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിറവേറും. എല്ലാ സങ്കടവും പരിഹരിച്ച് മുന്നേറുവാൻ ഇവർക്ക് കഴിയും. വലിയ വലിയ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഈ നക്ഷത്രജാതകർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. ഭാഗ്യശാലികളായ ഈ നക്ഷത്രജാതകർക്ക് ഇനി വലിയ വരുമാനങ്ങൾ വന്നു ചേരും. വലിയ നേട്ടങ്ങൾ ഇവരെ തേടി വരും. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം. അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ആ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. പ്രാർത്ഥിക്കുന്നതാണ്, പൂജ ചെയ്യുന്നതാണ്. എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് കാര്യസാധ്യതകളുടെ സമയം തന്നെയാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ നിറവേറും. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും. രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ്. ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായി ഇവർ ആഗ്രഹിച്ച കാര്യം ലഭിക്കുക തന്നെ ചെയ്യും. ശത്രുഭയം വേണ്ട. ധന, അന്ന, സുഖ, സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടിയൊക്കെ വരുമെങ്കിലും അതൊക്കെ സാധ്യമാകും. വിവാഹ സംബന്ധമായ കാര്യത്തിൽ തീരുമാനമാകും. അടുത്ത നക്ഷത്രം തിരുവാതിരയാണ്. ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം തന്നെയാണ്. തിരുവാതിര ഭാഗ്യമാണ്. തിരുവാതിരയ്ക്ക് ഇനി ഐശ്വര്യമാണ്, ധനസമൃദ്ധിയുടെ കാലം തന്നെയാണ്. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ദുഃഖവും ദുരിതവും ഒക്കെ ഒഴിഞ്ഞ് ഒരു നല്ല കാലം ആയില്യ നക്ഷത്ര ജാതകർക്ക് പിറക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടതകൾക്കും അവസാനം വന്നു ചേരാൻ പോവുകയാണ്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്ര ജാതകർ മനസ്സിൽ പ്രതീക്ഷിച്ച ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. അവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും. കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം. സ്വന്തമായൊരു വീടുണ്ടാകണമെന്ന ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്ത് അത് കിട്ടും. മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത്. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ഇവർ രക്ഷപ്പെടും. അത്തം നക്ഷത്ര ജാതകർക്ക് അത്രയധികം ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം ചോതിയാണ്.
ചോദിക്കും, ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ്. ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക. മറ്റുള്ളവരെ അതിര് കവിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു സ്വഭാവ രീതി നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുന്നതാണ് നല്ലത്. പങ്കാളിയിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും. ഇഷ്ട വസ്തുക്കളുടെ ലഭ്യത നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്ര ജാതകർക്കും വലിയൊരു നേട്ടത്തിൻ്റെ, ഉയർച്ചയുടെ, സമ്പൽ സമൃദ്ധിയുടെ സമയം വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും വിശാഖ നക്ഷത്ര ജാതകർ. ഭാഗ്യമാണ്, ഉയർച്ചയാണ്, അതീവ സമ്പൽ സമൃദ്ധി തന്നെയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ടയ്ക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയം തന്നെയാണ്. ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും തൃക്കേട്ട നക്ഷത്ര ജാതകർ എത്തും. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ പോകുന്ന സമയമാണ്. പ്രതീക്ഷിക്കാതെ ഒരു ജോലി ലഭിക്കുക, ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുക, എന്താണോ കൊതിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. ധാരാളം ധനം വന്നു ചേരും. വാക്ക് തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്ന ആ രീതി മാറ്റുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും. നിങ്ങൾ എന്താണോ കൊതിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ചതിവുകൾ സംഭവിക്കാൻ ഇടയുണ്ട്. വളരെ വലിയ സുഖങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചതിവ്, വഞ്ചന ഇതൊക്കെ കരുതിയിരിക്കുക. അന്തിയുറങ്ങാൻ ഒരു വീട്, അതിൽ അല്പം സമാധാനം, ഇത് മാത്രമേ ഇവർ കൊതിച്ചിട്ടുള്ളൂ. ആരെയും ചതിക്കണമെന്ന ലക്ഷ്യമില്ല. പക്ഷേ എല്ലായിടത്തു നിന്നും ചതി, വഞ്ചന ഇവ മാത്രമേ ഇവർക്ക് പ്രത്യുപകാരമായി ലഭിച്ചിട്ടുള്ളൂ. ഒപ്പം മറ്റ് ചില തീരാവേദനകളും ഇവർക്കുണ്ട്. അതൊക്കെ മാറാൻ പോവുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറിക്കിട്ടും. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അതൊക്കെ മാറിക്കിട്ടും. മംഗളകർമ്മങ്ങൾ ഉണ്ടാകും. നിയമപരമായ പല കാര്യങ്ങളും ശരിയായി വരും. അതിരു കടന്ന് ആരെയും വിശ്വസിക്കരുത്. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദോഷങ്ങൾക്കൊക്കെ കാരണമാകും. ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സമയമാണ് രേവതി സംബന്ധിച്ച് നടക്കുന്നത്. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമൊക്കെയാകും ഈ നക്ഷത്ര ജാതകർക്കൊക്കെയും. പ്രതിസന്ധി വരുമ്പോൾ തളരാതെ മുന്നോട്ട് പോകുക. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയം തന്നെയാണ്. വാക്ക് തർക്കങ്ങളിൽ ചെന്നുപെടാതിരിക്കുക. അതുപോലെ പറയുന്ന വാക്കുകൾ മാറ്റി പറയുന്ന രീതിയൊക്കെ വിടുക. സ്വന്തം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾക്കും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും. അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.